UDFിന്റെ വിജയത്തിന് പ്രേരക ശക്തിയായത് വി.ഡി. സതീശന്റെ നിലപാടുകളെന്ന് വിലയിരുത്തൽ. സതീശൻ തുടക്കം മുതലേ മുന്നോട്ട് വെച്ച മുദ്രാവാക്യങ്ങളും ആത്മവിശ്വാസവുമായിരുന്നു UDFിനെയും കോൺഗ്രസിനെയും മുന്നോട്ട് നയിച്ച പ്രധാന ഘടകങ്ങളിലൊന്ന്. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ സംസ്ഥാനത്തുടനീളം ഓടി നടന്നുള്ള പ്രവർത്തന മികവും ആദ്യഘട്ടത്തിൽ തന്നെ ടാർഗറ്റ് നിശ്ചയിക്കുകയും എല്ലായിടത്തും ഊന്നിപ്പറയുകയും 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ വനവാസ പ്രഖ്യാപനവുമൊക്കെ UDFിന് ഊർജമാവുകയായിരുന്നു. തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത് വ്യക്തിഗത മികവിലല്ലെന്നും കൂട്ടായ പ്രവർത്തനത്തിന്റെ ബലത്തിലാണെന്നും ഊന്നിപ്പറയുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ടീം UDF വിശേഷണം. തെരഞ്ഞെടുപ്പിന് ടീം UDF സജ്ജമാണെന്നും മികച്ച വിജയം നേടുമെന്നും അദ്ദേഹം ആവർത്തിച്ചു. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ നിന്നാണ് 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് വി.ഡി. സതീശൻ പറഞ്ഞത്. അതിനു മുമ്പേ UDF 100 സീറ്റ് നേടുമെന്ന് സതീശൻ പറഞ്ഞിരുന്നു. അപ്പോഴും വെറും 42 സീറ്റ് മാത്രമുള്ള UDFിന്, പ്രത്യേകിച്ച് 22 സീറ്റ് മാത്രമുള്ള കോൺഗ്രസിന് എവിടെ നിന്ന് 100 സീറ്റ് തികയ്ക്കാനാകുമെന്ന ചോദ്യമുയർന്നു. മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ 100 സീറ്റ് വാദത്തെ വല്ലാതെ പിന്താങ്ങിയുമില്ല. എന്നാൽ ഒരിക്കൽ പോലും സതീശൻ തന്റെ വാദത്തിൽ നിന്നും പിന്മാറിയില്ല. പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് 1/2 ഡസൻ മന്ത്രിമാരെങ്കിലും തോൽവി അറിയുമെന്ന് സതീശൻ പറഞ്ഞത്. മുഖ്യമന്ത്രി അടക്കം ഈ പരാമർശത്തെ പരിഹസിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി നടത്തിയ പുതുയുഗ യാത്രയിലെ ജനസാന്നിധ്യം സതീശന് പിന്തുണയായി. ന്യൂസ് ഡെസ്ക് TCV.